السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഒരൊഴിവ് ദിനത്തെ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് നാളെ റബ്ബ് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ, മനസ്സങ്കോചമില്ലാതെ, ലവലേശം ബേജാറും പേടിയുമില്ലാതെ ധൈര്യസമേതം നമുക്ക് പറയാം, പടച്ച റബ്ബേ, ഈ അന്തരീക്ഷത്തിലും നിന്റെ ദീനിനെക്കുറിച്ചുള്ള സംസാരം കേൾക്കാനും പഠിക്കാനും വേണ്ടി ഞങ്ങളുടെ മഹല്ല് സംഘടിപ്പിച്ച ഒരു ദീനി മജ്ലിസിൽ ഞങ്ങൾ സന്നിഹിതരാവുകയായിരുന്നു എന്ന് നമുക്ക് പറയാനാകും. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. എന്നും കാലത്തും വൈകുന്നേരവും പടച്ചറബിൻ്റെ ചില മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും. യൽതമിസൂന ഹൽഖദ് ദിക്ർ, അവർ പരതിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മജ്ലിസുകളാണ്. ആ മജ്ലിസുകളിൽ അവർ വന്നിരിക്കുകയും അതിലുള്ള ശ്രോതാക്കൾക്ക് വേണ്ടിയും ക്ലാസ് എടുക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും സദസ്സ് പിരിഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യും. അള്ളാഹുവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ്. എന്താണ് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർക്ക് ആവശ്യം? പടച്ച റബ്ബേ, അവർക്ക് നിന്റെ സ്വർഗമാണ് ആവശ്യം. അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം കണ്ടിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ പണിപ്പെടുമായിരുന്നു. എന്തിനെയാണ് അവർ ഭയക്കുന്നത്? അള്ളാഹുവേ, നിന്റെ നരകത്തെയാണ് അവർ ഭയക്കുന്നത്. അവരെൻ്റെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നരകത്തെ അവർ കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ അവർ പരിശ്രമിക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെങ്കിൽ ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പാപം ഞാൻ പുറത്തു കൊടുക്കാമെന്നും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്നും അവർക്ക് ഞാൻ സ്വർഗം നൽകാമെന്നും ഇതാ വാക്ക് നൽകുകയാണ് എന്ന്. അൽഹംദുലില്ലാഹ്. എത്ര തവണ നമ്മൾ പടച്ച റബ്ബിനെ സ്തുതിച്ചാലും മതിവരാത്ത മഹനീയതയാണ് ഈ മജ്ലിസിനുള്ളത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും പടച്ച റബ്ബിന്റെ ഇഷ്ടം ലഭിക്കാനും പുണ്യങ്ങളുടെ ഭാഗം കനം തൂങ്ങാനും ഏറ്റവും എല്ലാ വിഷയങ്ങളിലും ഖൈറും ബറകാത്തുകളും നമ്മിലേക്ക് വർഷിക്കുവാനും നമ്മുടെ ഈമാനും
നമ്മുടെ ദീനീ വിജ്ഞാനവും പരിപോഷിക്കുവാനുമൊക്കെ പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമാണിത്. അതിലുപരി പടച്ചറബ് നമ്മെ ഏൽപ്പിച്ച ഒരു മഹനീയമായ ദൗത്യം ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഈ സമാപന സംസാരം, ഈ സമ്മേളനം രാവിലെ തുടങ്ങി അവസാനിക്കുകയാണ്. ഏതൊന്നിനും അവസാനമുണ്ട് എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളിൽ ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ചെയ്തു തീർക്കാനുള്ള പലതുമുണ്ട്, ചെയ്തു തുടങ്ങിവെച്ച പാതിയിലുള്ള പലതുമുണ്ട്, പുതിയതായി തുടങ്ങാനുള്ള ആസൂത്രണങ്ങൾ പലതുമുണ്ട്. നന്നായി പഠിക്കണം, പഠിച്ചു, ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, നല്ല ജോലി വേണം, നല്ല ജോലി ലഭിച്ചു, വിദേശത്ത് നല്ല ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു, കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടാകണം, കുട്ടിയുണ്ടായി. 30-ാമത്തെ വയസ്സിൽ വിദേശത്ത് സുബഹ് നമസ്കാരം കഴിഞ്ഞ് തന്റെ റൂമിലേക്ക് തിരിച്ചു വന്ന് രാവിലെ വിശ്രമിക്കുന്ന സമയത്ത് സ്ട്രോക്ക് ബാധിച്ച് 9 ദിവസം ചലനമില്ലാതെ കോമാ സ്റ്റേജിൽ അവൻ 9 ദിവസം കടന്ന് ആരോടും സംസാരിക്കാതെ, ഒന്ന് കണ്ണു തുറക്കാതെ ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യമുണ്ടായി. അവന്റെ പ്രായം 30 വയസ്സായിരുന്നു. കുടുംബത്തിന് ഇന്നും മാസങ്ങൾ പിന്നിട്ട ആ മരണം ഇന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി. കാരണം എന്താണ്? ജീവിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിക്കണം, ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കണം, ആർമാദിക്കണം, ഉല്ലസിക്കണം എന്നത് മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. നമ്മുടെ ബെഡിൽ പല ഭാഗത്തായി തലതിരിഞ്ഞു കിടക്കുന്ന നമ്മുടെ 2-3 മക്കൾ, അവർ കൂർക്കം വലിച്ചുറങ്ങുകയാണ് നേരം വെളുത്ത് രാവിലെ സമയത്ത്. നമ്മൾ സുബഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും ആ കുട്ടികൾ ബെഡിലും താഴെ പായയിലുമായിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഘടമായി ഉറങ്ങുന്ന ആ മക്കളിൽ ഏതെങ്കിലും ഒരുത്തന് നാളെ അല്ലെങ്കിൽ ഇന്നത്തെ രാവിലെ ജീവനോടെ എഴുന്നേൽക്കുകയില്ലെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഈ കിടക്കുന്ന കുട്ടി മരിക്കുമെന്ന് നമ്മളൊരാളും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ അയൽപക്കത്ത് ഒരു കുഞ്ഞുകുട്ടിയെ കാണാതായി. എല്ലായിടങ്ങളിലൂടെയും പരതി, എവിടെയും കാണാനില്ല. അയൽപ്പക്കക്കാരോട് ചോദിച്ചു. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോ ആരും എടുത്തുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ചോദിച്ചു, അവന്റെ മുകളിലുള്ള കുട്ടികളോട് ചോദിച്ചു, അവരാരും കണ്ടില്ല. തൊട്ട് മുമ്പ് വരെ ഉമ്മയുടെ വസ്ത്രത്തിന്റെ തലപ്പും പിടിച്ചു നിന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയാണ്. അന്വേഷിച്ച് അവർ നിരാശപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നത്, ദാ കുട്ടി ഇവിടെയുണ്ട് എന്ന്. എവിടെയായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്? ഒരടി മാത്രം ആഴമുള്ള മുതിർന്ന കുട്ടികൾക്ക് മത്സ്യം വളർത്താൻ വേണ്ടി അവരുടെ പിതാവ് ഉണ്ടാക്കി കൊടുത്തൊരു അക്വേറിയം ഉണ്ടായിരുന്നു. ഫ്ലോറിൽ മണ്ണിൽ കുഴിയെടുത്ത് അവിടെ ഉണ്ടാക്കിയ ചെറിയ മത്സ്യങ്ങൾ വളർത്താനുള്ള ചെറിയൊരു വെള്ളക്കെട്ട്, ചെറിയൊരു വെള്ളക്കുഴി, 1.5 അടി തികച്ച് ആഴമില്ലാത്ത ആ ഒരു വെള്ളത്തിൽ ആ കുട്ടി വീണ് വെള്ളം കുടിച്ച് മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് സഹോദരന്മാരെ നമ്മൾ കേൾക്കുന്ന വാർത്ത. ചുമര് പിടിച്ച് മാത്രം നടന്നു നീങ്ങാൻ പ്രായമായ ആ കുട്ടിയുടെ മയ്യത്തായിരിക്കും ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എടുക്കുക എന്ന് സ്വപ്നത്തിൽ പോലും അവരാരും വിചാരിച്ചിട്ടില്ല. പക്ഷേ 4-5 മക്കളുള്ള ഉമ്മയും ഉപ്പയുമുള്ള ആ ഫാമിലിയിൽ നിന്ന് ആദ്യം എടുത്ത മയ്യത്ത് 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടേതാണ് എന്നറിയുമ്പോൾ സുഹൃത്തുക്കളെ, എത്ര മഹോന്നതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. നിങ്ങളുടെ എല്ലാ സുഖങ്ങളെയും, എല്ലാ സ്വപ്നങ്ങളെയും, എല്ലാ സന്തോഷങ്ങളെയും, എല്ലാ ഉല്ലാസങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ പറഞ്ഞതല്ല. അതൊരു മനുഷ്യന് കിട്ടിയതിൽ തൃപ്തിയോടെ ജീവിക്കാനുള്ള മനസ്സ് നൽകും, ആരാധനയിൽ ഔത്സുക്യം നൽകും. ഈ ഭൗതിക ലോകത്തോടുള്ള അമിതമായ താല്പര്യം അവന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനും തിന്മയോട് രാജിയാകാനും അവനെ പ്രചോദിപ്പിക്കുന്ന ഒരു ചിന്തയാണ് സഹോദരങ്ങളെ ഈ ലോകം നമുക്ക് താൽക്കാലികമാണ് എന്ന തിരിച്ചറിവും ഏത് സമയത്തും ഇവിടെ നിന്ന് വിട പറയേണ്ടി വരുമെന്നുമുള്ള ബോധവും. എത്രയെത്ര മയ്യത്തുകളാണ് നമ്മൾ കൊണ്ടുപോയി കബറടക്കിയത് അല്ലെ? വിമാനാപകടം സംഭവിച്ചപ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്തു അല്ലെ? കൊറോണ വന്നപ്പോൾ മരണത്തെക്കുറിച്ച് ഓർത്തു. വലിയ പ്രളയങ്ങൾ കടന്നു വന്നപ്പോൾ മരണത്തെക്കുറിച്ച് ഓർത്തു. പക്ഷേ കാലം നമ്മയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമറിനെ വിളിച്ചു കൊടുത്ത ഉപദേശം എന്താണ് സുഹൃത്തുക്കളെ? കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ഗാബിറുസ് സബീൽ. നീ ഈ ഭൂമിയിൽ ഒരു വഴിപോക്കനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാകണം. ഏത് സമയത്തും
നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ വ ഇദാ അംസൈത ഫലാ തൻതദിരിസ് സബാഹ്. ഇത് കേട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോട് പറയാണ്, ഇന്ന് നേരം വെളുത്താൽ വൈകുന്നേരം നീ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കണ്ട. ഇന്ന് വൈകുന്നേരമായാൽ നാളെ നേരം വെളുക്കുമ്പോൾ നീ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കണ്ട. ഉമ്മയില്ലാത്ത വീട്, ഉപ്പയില്ലാത്ത വീട്, മക്കളില്ലാത്ത വീട്, അതിനൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ബഹളം വെച്ച് ജീവിക്കുന്ന നമ്മുടെ ഈ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ മിസ്സായി പോകുന്നതിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? പക്ഷെ ഖുർആൻ നമ്മളോട് പറയുന്നത് ആലോചിക്കണമെന്നാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ്. ആലോചിക്കുകയും ചിന്തിക്കുകയും മാത്രമല്ല, അതിനെക്കുറിച്ച് പേടിക്കാനല്ല, മറിച്ച് അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നിർവഹിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൗതിക സൗകര്യങ്ങളുടെ പേരിൽ പെരുമ നടിക്കുന്നവരോട് അള്ളാഹു പറയുകയുണ്ടായില്ലേ, ഹത്താ സുർത്തുമുൽ മഖാബിർ. ഈ നെട്ടോട്ടം, നിങ്ങളുടെ ഈ മണ്ടിപ്പാച്ചല്, നിങ്ങളുടെ ഈ പെരുമ നടിക്കല്, ഈ പത്രാസ് കാണിക്കല്, ഈ സൗന്ദര്യബോധവും ഈ ഒരു എന്റർടൈൻമെന്റ്, ഒരു ഫെസ്റ്റിവൽ മൈൻഡും പരമാവധി എൻജോയ് ചെയ്യാനുള്ള ഈ മാത്സര്യവും ഒക്കെ കബറിടം സന്ദർശിക്കുന്നത് വരേക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര വലിയ തെമ്മാടികളും താന്തോന്നികളും ഇവിടെ നിന്ന് മരിച്ചുപോയി, എത്ര വലിയ ധനാഢ്യന്മാർ ഇവിടെ മരിച്ചുപോയി. ഒരു രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ വലിയ വലിയ സ്വേച്ഛാധിപതികൾ ഇവിടെ നിന്ന് മരിച്ചുപോയി. അവരെല്ലാവരും എന്താണ് കൊണ്ടുപോയത് സഹോദരന്മാരെ? അവർക്കും സൗന്ദര്യം വലുതായിരുന്നു, അവർക്കും ഭക്ഷണം വലുതായിരുന്നു, അവർക്കും സൗകര്യങ്ങൾ വലുതായിരുന്നു, അവർക്കും മക്കൾ വലുതായിരുന്നു, അവർക്കും അവരുടെ പ്രൊഫഷനും അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പും ഏറ്റവും വലുതായിരുന്നു. ഒന്നും തന്നെ പൂർത്തീകരിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അസ്തമിക്കാനിരിക്കുന്ന സൂര്യനെ ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വഹാബത്തെ, ഈ സൂര്യനും അസ്തമയ സ്ഥാനത്തിനും ഇടക്ക് എത്ര സ്ഥലമുണ്ടോ, എത്ര സമയമുണ്ടോ, അത് മാത്രമാണ് നിങ്ങളുടെ ആയുസ്സിൽ ബാക്കി നിൽക്കുന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, ഓരോ രാത്രിയും നാം ഉറങ്ങുന്നത് നമ്മുടെ മരണത്തിലേക്കാണ്. അല്ലാഹു യതവഫൽ അൻഫുസ് ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു ഓരോ രാത്രിയും നമ്മെ മരിപ്പിക്കുകയാണ്. നേരം വെളുത്ത് നമ്മൾ എണീക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു നമുക്ക് ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് ഇലാ അജലിൻ മുസമ്മ, നിശ്ചയിക്കപ്പെട്ട ഒരു ലിമിറ്റിലേക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഫോണിലെ ചാർജ് തീരുന്നത് നമുക്ക് ആശങ്കയാണ്, അല്ലേ? എന്നാൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ചാർജ് അനുദിനം തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാത്തത്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഒരു വയസ്സ് കൂടുമ്പോൾ ശരിക്കും നമുക്കൊരു വർഷം ലഭിക്കുകയല്ല. നമ്മുടെ രേഖയിൽ നിന്ന് ഒരു വർഷം തീർന്നുപോയതിൻ്റെ അടയാളമാണ് പുതിയ ജനുവരി കടന്നു വരുന്നത്. നമ്മുടെ ബർത്ത്ഡേ കടന്നു വരുന്നതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബി എനിക്ക് അനുവദിച്ച സമയം സഹോദരന്മാരെ തീർന്നു പോകുന്നു എന്നുള്ളതാണ്. ആളുകളെ പറ്റിച്ചും കവർച്ച നടത്തിയും ഈ ഭൗതിക ലോകത്ത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്സര്യം കാണിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം. ആളുകളുടെ സമ്പത്ത് കൈക്കലാക്കിയിട്ട്, നീ നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട്, നീ ഭൗതിക ലോകത്തെ ഏറ്റവും പച്ചപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കണം, നീ ആലോചിക്കണം, നീ മനസ്സിലാക്കണം. എന്ത്? ഉലൈക അന്നഹും മബ്ഊസൂൻ, പടച്ച റബ്ബിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു നാളിനെ നീ സൂക്ഷിക്കുന്നില്ലേ? ഖുർആൻ തകാസുർ കാണിക്കുന്നവരോട്, തത്ഫീഫ് കാണിക്കുന്നവരോട്, തമ്മാടിത്തം പ്രവർത്തിക്കുന്നവരോട്, ശിർക്കും കുഫറും ഹറാമുകളും ചെയ്യുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് പരലോകമാണ്. നോക്കൂ, പലിശയെക്കുറിച്ച് പറഞ്ഞു സൂറത്ത് അൽ ബഖറയിൽ. അതിന്റെ അപകടം പറഞ്ഞു, ഭൗതികമായി ബാധിക്കാനുള്ളത് പറഞ്ഞു, ആത്മീയമായി ബാധിക്കാനുള്ളത് പറഞ്ഞു, അതിൻ്റെതായിട്ടുള്ള ഗൗരവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി. അല്ലാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞു. ഇതെല്ലാമായിട്ടും പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ആ അവതരണത്തിന്റെ കൺക്ലൂഷനായിട്ട് അല്ലാഹു കൊടുത്ത ആയത്ത് വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. واتقوا يوما, ഒരു ദിവസത്തെ നീ സൂക്ഷിച്ചോ, ഒരു ദിവസത്തെ നീ സൂക്ഷിച്ചോ. തുർജഊന ഫീഹി ഇലല്ലാഹ്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ വഴികളിലൂടെ നിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാമെന്ന് വിചാരിച്ച് ആ വഴികളെ തട്ടി തുറന്ന് അതിലൂടെ പണം സമാഹരിക്കാനുള്ള നിന്റെ പരിശ്രമത്തിന്റെ പരിസമാപ്തി പടച്ച റബ്ബിലേക്കുള്ള ഒരു മടക്കത്തിന്റെ ദിവസത്തിലാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ ഉപദേശങ്ങളും ഈ താക്കീതുകളും ഒക്കെ എന്തിനാണ്? കുറച്ചൊന്ന് അടിച്ചു പൊളിച്ചൂടെ? കുറച്ചൊന്ന് സുഖിച്ച് ജീവിച്ചൂടെ? കുറച്ചൊന്ന് സന്തോഷിച്ചൂടെ? എന്തിനാ അപ്പൊ അവിടെയൊക്കെ മതം ഇടപെടുന്നത്? കല്യാണത്തിന് എന്തിനാ മതം ഇടപെടുന്നത്? അല്ലേ, വിദ്യാർത്ഥികളല്ലേ, ഞങ്ങളൊന്ന് രസിക്കട്ടെ, അല്ലേ, കുടുംബമല്ലേ, സന്തോഷിക്കട്ടെ, എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുന്ന സമയമല്ലേ, ഒരു മീറ്റപ്പ് അല്ലേ, അവിടെ എന്തിന് ഹലാലും ഹറാമും നോക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എന്തേ അല്ലാഹനെ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം വെറുതെ അല്ല പറയുന്നത്, മറിച്ച് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അദീം. ലോകാവസാനത്തിന്റെ പ്രകമ്പനം അതിഭീകരമാണ്. ഈ ലോകം അവസാനിക്കും, വീണ്ടും മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഓരോരുത്തരും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം എന്നാണ്. എന്തിനാ മതം പറയുന്നത്? എന്തിനാ നന്മ തിന്മ പറയുന്നത്? എന്തിനാ ഹലാലും ഹറാമും പറയുന്നത്? എന്തിനാണ് ദീനിന്റെ കാര്യങ്ങൾ നിരന്തരമായി പറയുന്നത്? വസ്ത്രത്തിൽ ഇടപെടുന്നത്, കാഴ്ചയിൽ ഇടപെടുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളിൽ ഇടപെടുന്നത്, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇടപെടുന്നത്, മനുഷ്യർ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധങ്ങളിലും ഇടപാടുകളിലും അവർ തമ്മിലുള്ള മുആമലാത്തുകളിലും എന്തിനാണ് ഇടപെടുന്നത്? ഈ ലോകം അവസാനിച്ച് പടച്ച റബ്ബിന്റെ അടുക്കലേക്കൊരു ഒരുമിച്ച് കൂട്ടലുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ 5-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. ഈ ലോകം അവസാനിച്ചിട്ട് വീണ്ടും ഒരു ലോകത്തേക്ക് വരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്നാ ഖലഖനാകും മിൻ തുറാബ് ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم. അല്ലാഹു പറയാണ്, മനുഷ്യരെ, നിങ്ങളിവിടെ ഇല്ലായിരുന്നു, മരിച്ചോടത്ത് നിന്നെ ജീവിപ്പിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടാവും. അതൊക്കെ ഒരു മിത്താണ്. ദർ ഇസ് നോ ഫാക്ട്. അതിൽ പ്രത്യേകിച്ചൊരു യാഥാർത്ഥ്യമൊന്നുമില്ല എന്ന അഭിപ്രായം ഉണ്ടോ? എന്ന് നീ മനസ്സിലാക്കിക്കോ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന സൃഷ്ടി ഇല്ലായിരുന്നു. പറയപ്പെടാൻ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. മനുഷ്യൻ എന്നുള്ള ഒരു സംഭവം തന്നെ ഇവിടെ അല്ല. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا وَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ. മലക്കുകളെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ഭൂമിയിൽ ഞാൻ മനുഷ്യന്മാരുണ്ടാക്കാൻ പോവാണ്. കളിമണ്ണിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത ഭൂമിയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള മണ്ണ് ശേഖരിച്ചെടുത്ത് അതിൽ വെള്ളമൊഴിച്ച് കുഴച്ച് അതിൽ നിന്ന് മനുഷ്യന്റെ രൂപമുണ്ടാക്കി അതിൽ കൊട്ടിയാൽ ചില ശബ്ദമുണ്ടാകുന്ന ആ ഒരു ഉണക്കം വന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ആദമിനെ ഉണ്ടാക്കുകയാണ്. റൂഹ് ഊതിയിട്ട് ആദമിനെ ഉണ്ടാക്കുകയാണ്. അവിടെ നിന്നാണ് മനുഷ്യന്റെ ഉൽപ്പത്തി ആരംഭിക്കുന്നത്. വദറബ ലനാ മതലൻ വനസിയ ഖൽഖഹു قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة. നുരുമ്പി എല്ലെടുത്തിട്ട് കയ്യിൽ പൊടിച്ചിട്ട് അന്നദർ ബിൻ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് ഊതിയിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ നുരുമ്പി എല്ലിനെ ഇനിയും ഉണ്ടാക്കുക? നബിയെ പറയുക, ആരാണോ ആദ്യം ഉണ്ടാക്കിയത് അവനുണ്ടാക്കും. ആരാണോ മനുഷ്യൻ ആദ്യമായിട്ടുണ്ടാക്കിയത്, ഇല്ലായ്മയിൽ നിന്ന്, ഒരു രൂപമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആരാണോ അവൻ വീണ്ടും നിങ്ങളെ ഉണ്ടാക്കും. ആദമിനെ മണ്ണിൽ നിന്നുണ്ടാക്കി, പിന്നീടുള്ളവരെയെല്ലാം നുത്ഫത്തിൽ നിന്നുണ്ടാക്കി. അതിന്റെ ഓരോ സ്റ്റേജുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭത്തിൽ പടിപടിയായി പരിപാലിച്ച് ഭൂമിയിലേക്ക് അല്ലാഹു നിശ്ചയിച്ച സമയത്ത് ഒരു നല്ല കുട്ടിയായി, ഒരു മനുഷ്യനായി ഈ ഭൂമി ലോകത്തവന് ജന്മം നൽകി. ഇനി ഇവിടെ നിന്ന് അവൻ കുട്ടിയായി, കൗമാരക്കാരനായി, യൗവനത്തിലെത്തി, പിന്നീട് അവൻ വാർദ്ധക്യത്തിലേക്ക്, എന്താണ് അവൻ പറയുന്നത് ചെയ്യുന്നത് എന്നറിയാത്തൊരവസ്ഥയിലേക്ക് ഭൂമിയിലെ സ്റ്റെപ്പുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി. പിന്നീട് അല്ലാഹുവിനെ മരിപ്പിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കണത്?
വതറൽ അർദ ഹാമിദ ഫഇദാ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസ്സത് വറബത് വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. നിശ്ചലമായി കിടക്കുന്ന ഭൂമിക്കുമീതെ മഴ പെയ്യുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വിത്തുകൾ മുളച്ചു പൊങ്ങുന്നത് പോലെ മനുഷ്യൻ കബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് ശരീരമാസകലം പാട് വീണിരിക്കുകയാണ്. തൻ്റെ കുടുംബ പ്രശ്നം പറയാൻ വേണ്ടി കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ അവസ്ഥ കണ്ട് കരയാണ്. റസൂൽ ചോദിക്കുക, ഉമറെ, താങ്കൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, കിസ്റയും കൈസറും അടക്കി ഭരിക്കുന്ന രാജാക്കന്മാർ സുന്ദരമായ കൊട്ടാരങ്ങളിൽ അന്തി ഉറങ്ങുമ്പോൾ വഅൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, എന്നിട്ട് താങ്കൾ അനുഭവിക്കുന്ന ഈ പ്രയാസം, ഈ ഇല്ലായ്മ, ഈ ദാരിദ്ര്യം, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമറെ, അവർക്കൊക്കെ അല്ലാഹു ദുനിയാവിലാണ് കൊടുത്തിരിക്കുന്നത്, എനിക്കും നിനക്കും അല്ലാഹു പരലോകത്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അമാ തർദാ യാ ഉമർ, ഉമറെ, താങ്കൾക്ക് അത് ആലോചിച്ച് സമാധാനം അടഞ്ഞുകൂടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ഈ കൂരയല്ല, ഈ വീടല്ല, ഇവിടുത്തെ സൗകര്യങ്ങളല്ല, നാം കഴിച്ച ഭക്ഷണമല്ല, നാം കുടിച്ച വെള്ളമല്ല, നാം ധരിച്ച വസ്ത്രമല്ല, നാം അനുഭവിച്ച ശാരീരിക സുഖമല്ല, നാം അനുഭവിച്ച സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമല്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ജീവിതവും എന്ന് പറയുന്നത് ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. ജീവിതം എന്ന് പറയുന്നത് പരലോകത്താണ്. ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം, ഭൂമിയുടെ 70% വെള്ളമാണ്, സമുദ്രമാണ്, കടലാണ്. ആ കടലിൽ നിന്റെ വിരൽ മുക്കി മുകളിലേക്ക് എടുത്താൽ നിന്റെ വിരലിന്റെ അറ്റത്ത് നീ കാണുന്ന ജലഗണങ്ങൾ എത്രയാണോ അതുമാത്രമാണ് ദുനിയാവിൽ നിന്റെ ആയുസ്. സമുദ്രത്തിൽ എത്ര വെള്ളമുണ്ട്? അതിൽ വിരൽ മുക്കി മുകളിലേക്ക് എടുത്താൽ അഗ്രഭാഗത്തുള്ള ആ വെള്ളത്തുള്ളി മാത്രമാണ് ദുനിയാവിലെ ആയുസ്. ബാക്കി പരന്നു കിടക്കുന്ന പാരാവാരം കണക്കെയുള്ള, കണക്ക് പറയാനാകാത്ത അത്രയും ആയുസ് മരണത്തോടുകൂടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് അപസ്മാര രോഗിയായ ഒരു സ്ത്രീ നബിയുടെ അടുക്കൽ വന്നു. അള്ളാന്റെ പ്രവാചകരെ, അപസ്മാരം ബാധിച്ച് മറിഞ്ഞു വീഴുന്നു, ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് എന്റെ ഔറത്ത് വെളിവാകുന്നു, വല്ലാത്ത പ്രയാസമുണ്ട് റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരി പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പെണ്ണേ, വ ഇൻ ശിഅ്തി സബർതി ലകിൽ ജന്ന, നീ ക്ഷമിക്കാൻ സന്നദ്ധതയുണ്ടോ? ഈ രോഗം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ആ പെണ്ണ് പറഞ്ഞു, എങ്കിൽ പ്രവാചകരെ, ഞാൻ ക്ഷമിച്ചോളാം. ഒരു രോഗം അതെത്രത്തോളം വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ് ഉണ്ടാക്കുന്നത്, അതെല്ലാം വർണ്ണിച്ച ഒരു സഹോദരി ഇതുകൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞെങ്കിൽ, സഹോദരന്മാരെ, എന്തു മനസ്സിലാക്കണം? നാം നേടിയതൊന്നുമല്ല നേട്ടം. ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആർ നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു വിജയികൾ. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന വഅസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാരും നരകക്കാരും തുല്യമല്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് വിജയം വരിച്ചവർ. നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ യൗവനം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ആയുസ് കൊണ്ട് സ്വർഗം നേടാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ നേട്ടം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ഏറ്റവും നല്ലവൻ ആരാണ്? ആരാ ഏറ്റവും നല്ലവൻ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയണം, മൻ തോല ഉംറുഹു വഹസുന അമലുഹു.
ആർക്കാണോ അള്ളാഹു ആയുസ് നൽകിയത് ആ ആയുസ്സിനെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നവനാരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. ആർക്കാ പടച്ചറബ് നന്മ ഉദ്ദേശിച്ചത്? മയ്യുരിദില്ലാഹു ബി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. ദീനിൽ അഗാധ പാണ്ഡിത്യം ലഭിച്ചവനാണ് ഏറ്റവും വലിയ ഖൈറ് ലഭിച്ചവൻ. മറ്റൊരു ഹദീസിലുള്ളത് യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരെയാണോ പടച്ച റബ്ബ് തെരഞ്ഞെടുത്തത് അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ബദർ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകരെ, ബദറിൽ പങ്കെടുത്താൽ സ്വർഗമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ബദറിൽ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട്. വായിൽ മധുരമൂറുന്ന ഈത്തപ്പഴം ചവച്ചുകൊണ്ടിരിക്കുന്ന ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴം തുപ്പിക്കളഞ്ഞ് രണഭൂമിയിലേക്ക് ഇറങ്ങി ഷഹാദത്ത് വരിക്കുകയാണ്. എന്തേ? അതാണ് സ്വർഗം. അതാണ് സ്വർഗം. അല്ലേ? യാസിർ കുടുംബം പീഡിപ്പിക്കപ്പെട്ടു. യാസിറും സുമയ്യയും അമ്മാറും ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം ശത്രുക്കൾ അവരെ പട്ടിണിക്കിട്ടു. മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തി. അവരുടെ ശരീരത്തെ അവർ വ്രണപ്പെടുത്തി. വെള്ളത്തിലേക്ക് അവരുടെ മുഖം അമർത്തി പിടിച്ച് അവരെ ശ്വാസം മുട്ടിച്ചു. ആയുധം കൊണ്ട് അവരുടെ ശരീരത്തെ കുത്തി നോവിച്ചു. അവസാനം കുഖ്യഭാഗത്ത് കുന്തം അമർത്തി പിടിച്ച് ലാത്തയാണ് ദൈവമെന്ന് പറയാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ പോലും അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തൊരു ഓഫറാണ്. എന്താ പ്രവാചകൻ കൊടുത്ത ഓഫർ? സബ്റൻ യാ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കൂ യാസിർ കുടുംബമേ, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗമാണ്. സുഹൃത്തുക്കളെ, സ്വർഗം കിട്ടിയാൽ നഷ്ടങ്ങളില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ച ആൺമക്കളെല്ലാം മരണപ്പെട്ടു പോയി. ഓരോ മക്കളും മരിച്ച് അവരെ കബറടക്കുമ്പോൾ ശത്രുക്കൾ അതിനെ ആഘോഷമാക്കുകയായിരുന്നു. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പ്രവാചകന്റെ ഹൃദയം പടച്ചിരുന്നു. ഓരോ മക്കളെയും കൊണ്ടുപോയി കബറടക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അൽ-അമീനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനെന്നും ഭ്രാന്തനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം നാട്ടുകാരിൽ നിന്ന് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. തന്നിൽ വിശ്വസിച്ചവരെ തന്റെ മുമ്പിലിട്ട് കൊല്ലാകൊല ചെയ്യുമ്പോൾ അരുതേ എന്ന് പറയാൻ പോലും കഴിയാത്ത പ്രതിസന്ധി അല്ലാഹുവിന്റെ പ്രവാചകൻ നേരിട്ടു. എല്ലാറ്റിനും ഒടുവിൽ രാജ്യം വിട്ട് പുറത്തു പോകേണ്ട അവസ്ഥയുണ്ടായി. മദീനത്ത് പോയി സമാധാനത്തോടെ ജീവിക്കാനിരിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മദീനയിലെ ജൂതന്മാരുമായി ടൈയപ്പായിട്ട് അവിടെയും കൊണ്ടുപോയി പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാറ്റിനെയും ക്ഷമയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, തവക്കുലോടുകൂടെ, ലക്ഷ്യബോധത്തോടുകൂടെ അതിജയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല വേദനയുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. നിങ്ങൾ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, വാ കർബ അബാ, എന്റെ വാപ്പ എത്ര വലിയ വേദനയാണ് പടച്ചോനെ അനുഭവിക്കുന്നത്, എന്റെ വാപ്പന്റെ വേദന എന്ന് കുറച്ചു കൊടുക്കണേ എന്ന നിലക്ക് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം. പൊന്നുമോളെ ഫാത്തിമ, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇനി നിന്റെ പിതാവിന് വേദനയില്ല മോളെ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പടച്ചറബിന്റെ വിളിക്കുത്തരം കൊടുത്തുള്ള ഒരു മടക്കം. പാപിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ആസ്വാദനങ്ങളുടെയും പരിസമാപ്തിയാണ് അവന്റെ മരണം. മുന്നിലൂടെ ഒരു മയ്യത്ത് കടന്നു പോകുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ, വിശ്രമിക്കാൻ പോവാണോ അതല്ല വിശ്രമം കൊടുത്തിട്ട് പോവാണോ? സ്വഹാബത്ത് ചോദിച്ചു, നബി എന്താ ഉദ്ദേശിച്ചത്? ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നതോടെ വിശ്രമിക്കാൻ പോവുകയാണ്. എന്നാൽ ഒരു പാപിയായ മനുഷ്യൻ, ഒരു സത്യനിഷേധിയായ മനുഷ്യൻ, ഒരു ട്രെൻഡിനെയും ഫാഷന്റെയും പിന്നാലെ പോകുന്ന മനുഷ്യൻ, അവൻ മരിക്കുന്നതോടെ പിന്നെ അവന് വിശ്രമമില്ല. അവന്റെ എല്ലാ വിശ്രമവും ആസ്വാദനവും എല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം അവന് ആശ്വാസമാണ്, അവന് സമാധാനമാണ്, അവൻ ഏറ്റവും നല്ല ജീവിതമാണ് ഖബറിലും പരലോകത്തും ലഭിക്കുന്നത്. അതുകൊണ്ടല്ലേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞത്? എന്തിനാ കരഞ്ഞത്? ആദ്യം ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ്. ഇവിടുത്തെ അനുഭവങ്ങൾ അനുകൂലമാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര അനുകൂലമാണ്.
ഇവിടുത്തെ അനുഭവങ്ങൾ പ്രതികൂലമാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര പ്രതികൂലമാണ്. ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആളുകൾ കൈ നൽകുന്നു, നമ്മോട് സലാം പറയുന്നു, നമ്മെ സ്വീകരിക്കുന്നു, നമ്മളെ ഹഗ് ചെയ്യുന്നു. കാരണം എന്താണ്? നമ്മൾ ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന വീട്ടുകാരനാണ്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവനാണ്, ഇന്ന കഴിവുകൾ തെളിയിച്ചവനാണ്, രാഷ്ട്രീയ നേതാവാണ്, മതരംഗത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഇതിന്റെ എല്ലാം പേരിൽ ആളുകൾ നമ്മെ ആദരിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ മരണത്തിന് വേണ്ടി മലക്കുൽ മൗത്തും സംഘവും വരുന്ന ആ നിമിഷത്തിൽ മലക്കുകൾ നമ്മെ ആദരിച്ചില്ലെങ്കിൽ, അവർ നമ്മെ ബഹുമാനിച്ചില്ലെങ്കിൽ, അവർ നമ്മളോട് സൗമ്യമായി പെരുമാറിയില്ലെങ്കിൽ, നമ്മളോട് പരുഷമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഇതുവരെ ലഭിച്ചതൊന്നും നേട്ടമല്ല എന്നത് സഹോദരന്മാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആട്ടിടയനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാമധ്യേ വിശപ്പ് കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ആടിൽ നിന്ന് ഒന്നിനെ ഞങ്ങൾക്ക് കറന്നിട്ട് പാല് കുടിക്കാൻ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, കാരണം ആടുകൾ എന്റേതല്ല. എങ്കിൽ കറവ വറ്റിപ്പോയൊരു ആടിനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാടിനെ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അകിട്ടിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ അകിട്ടിൽ പാല് നിറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അതിൽ നിന്ന് കുടിച്ചു. ഇത് നേർക്കുനേരെ കണ്ട മഹാനായ സഹാബിയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് പ്രവാചകന്റെ കൂടെ കൂടി ഖുർആനും ഹദീസും പഠിച്ച് റസൂലിന്റെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പണ്ഡിതനായ യുവ പണ്ഡിതനായ അദ്ദേഹം മാറുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി ഇങ്ങനെ കടന്നു വരിക, സ്വഹാബത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അവർ പറഞ്ഞു, ഇബ്നു അബ്ബാസിന്റെ കാലിന്റെ വണ്ണം കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിച്ചത്. മെലിഞ്ഞൊട്ടിയ ഈർക്കിള് പോലത്തെ അദ്ദേഹത്തിന്റെ കാല് കണ്ടിട്ടാണ് ഞങ്ങൾ ചിരിച്ചത് എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ ചിരിക്കണ്ട. ലഹുമ അസ്ഖലു ഫിൽ മീസാനി മിസ്ല ഉഹുദിൻ. ഇബ്നു മസ്ഊദിന്റെ മെലിഞ്ഞൊട്ടിയ ഈ രണ്ട് കാലുകൾ നാളെ പടച്ച റബ്ബിന്റെ മീസാനിൽ കയറ്റി വെച്ചാൽ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതാണ്. നമുക്ക് പണമില്ല എന്നതോ സൗന്ദര്യമില്ല എന്നതോ ആരോഗ്യമില്ല എന്നതോ പറയാൻ വേണ്ട സ്റ്റാറ്റസ് ഇല്ല എന്നതോ ഒന്നുമല്ല നേട്ടം. നമുക്ക് ഈ പറഞ്ഞതെല്ലാം ഉണ്ട് എന്നതോ അതുമല്ല നേട്ടം. നേരത്തെ പറഞ്ഞതൊന്നും ഇല്ല എന്നതോ അതല്ല നഷ്ടം. മറിച്ച് മരണത്തോടുകൂടെ തുടങ്ങുന്ന ലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റാതിരിക്കലാണ് ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും നല്ല ബുദ്ധിമാനാരാ? ഏറ്റവും നല്ല ബുദ്ധിമാനാരാ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു മിഠായി തരാം, അല്ല ഈ ക്ലാസ് കഴിയോളം നിങ്ങൾ ഇവിടെ കാത്തിരുന്നാൽ ഐസ്ക്രീം തരാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള് ഏതാ തിരഞ്ഞെടുക്കുക? അല്ലേ? ഈ താൽക്കാലികമായ ഭൗതിക ലോകത്തെ സുഖം അത് പരമാവധി തേടണം, അത് നുകരണം. ജീവിക്കുന്നത് 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലം കഞ്ചാവടിച്ച്, കള്ളുകുടിച്ച്, വ്യഭിചരിച്ച്, തോന്നിവാസത്തിൽ മുഴുകി ഇഷ്ടമുള്ളതുപോലെയെല്ലാം ജീവിച്ച് ചത്തൊടുങ്ങി പോകണമെന്ന് പറയുന്ന ഇവിടുത്തെ ചില തലതിരിഞ്ഞ പുരോഗമനവാദികളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടാൽ തനിച്ചുള്ള നമ്മുടെ ഖബർ യാത്ര എങ്ങനെയാകും? നമ്മുടെ ഖബർ ജീവിതം എങ്ങനെയാകും? ആരെങ്കിലും ഇവിടെ മരിക്കാതിരുന്നിട്ടുണ്ടോ? ആളുകൾ ആഗ്രഹിച്ചിട്ടല്ലല്ലോ, ആരും പറഞ്ഞയച്ചതല്ലല്ലോ, ആരും കൂടെ കിടക്കാൻ പോയിട്ടുമില്ലല്ലോ, ആരും ഒരു കൈത്താങ്ങായിട്ടില്ലല്ലോ. കടവും കള്ളിയും വാങ്ങി സ്വന്തം കുടുംബത്തിന് വേണ്ടി വീടും സൗകര്യങ്ങളും ഒരുക്കിയവർ ഖബറിൽ കടന്ന് പ്രയാസപ്പെടുന്ന വിവരം ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കറിയുമോ? ഒരിക്കലുമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യത്ബഉൽ മയ്യിത്ത് സലാസ, മയ്യിത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. ഒന്നവന്റെ കുടുംബം, മറ്റൊന്നവന്റെ സമ്പത്ത്, മറ്റൊന്നവന്റെ പ്രവർത്തനങ്ങൾ. 2 എണ്ണം മടങ്ങിപ്പോരും. കുടുംബവും മടങ്ങും, അവന്റെ സമ്പത്തും മടങ്ങും. ബാക്കിയാകുന്ന അവന്റെ കർമ്മങ്ങൾ മാത്രമാണ്. ആരാണുള്ളത്? അടിച്ചുപൊളിച്ചോ എന്ന് പറഞ്ഞവരുണ്ടോ? വ്യഭിചാരത്തിലേക്ക് നയിച്ചവരുണ്ടോ? വിശുദ്ധമായ നാവുകളിൽ മദ്യമൊഴിച്ചു തന്ന ആളുകളെ നമുക്ക് ആ ഖബറിൽ സംരക്ഷണത്തിന് കിട്ടുമോ? വിശുദ്ധനായി ജീവിച്ച, പടച്ചറബിനെ സൂക്ഷിച്ച് ജീവിച്ച നല്ല മനുഷ്യനായിരുന്ന നമ്മെ ഹറാമായ വഴികളിലേക്ക് കൊണ്ടുപോയ ആളുകൾ നമുക്ക് കൈത്താങ്ങായിട്ട് ഖബറിലുണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ അൻതൽ ഹഖ്, അല്ലാഹുവേ നീ സത്യമാണ്, വവഅദുക ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണ്, വലിഖാഉക ഹഖ്, നിന്നെ കണ്ടുമുട്ടണം എന്നത് സത്യമാണ്, വൽ ജന്നതു ഹഖുൻ വന്നാറു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗമില്ലെങ്കിൽ, നരകമില്ലെങ്കിൽ,
കൊല്ലങ്ങളായി ഫലസ്തീനികളെ കൊല്ലാകൊല ചെയ്യുന്ന, പിഞ്ചുമക്കളെ നിറയൊഴിച്ച് നിഷ്ക്രൂരമായി കൊല ചെയ്യുന്ന, സ്ത്രീകളെ കൊണ്ടുപോയി വ്യഭിചരിച്ച് തോന്നിവാസത്തിൽ ഏർപ്പെട്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന, യുവാക്കളെ നശിപ്പിച്ചു കളയുന്ന, വർഷങ്ങളായി ഒരു രാജ്യത്തിന് മേൽ തീ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ തടയിടാൻ ആർക്കാണ് ഇവിടെ സാധിക്കുക? ഒരു പരലോകമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിഞ്ചു കുട്ടിയെ കൊണ്ടുപോയി വ്യഭിചരിച്ച് കൊലപ്പെടുത്തി അതിനെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് വേസ്റ്റ് കൂനയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ച് ആ പിഞ്ചു ദേഹത്ത് വലിയ പാറക്കല്ലും കയറ്റി വെച്ച കാമവെറിയന് ഈ രാജ്യത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്, ഇവിടുത്തെ ജുഡീഷ്യറിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, ഇവിടുത്തെ കോടതികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ശിക്ഷ എന്താണ്? തത്തുല്യമായി ശിക്ഷ ലഭിക്കണ്ടേ? നന്മകൾ ചെയ്തവർ ഇന്ന് ആരാണ് നന്മയുടെ വക്താക്കൾ? ആരാണ്? കാലം തിരിയാത്തവരായിട്ടാണ് ചിത്രീകരിക്കുന്നത്, താലിബാനികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ധർമ്മത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് ചാപ്പകുത്തുമ്പോൾ സത്യം വിജയിക്കുന്ന, ധർമ്മം വിജയിക്കുന്ന, നന്മയുടെ ആളുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം നീതിയുടെ തേട്ടമാണ്. മാരകമായ ക്യാൻസർ, കുടുംബത്തിന്റെ അലൈൻമെന്റ് തെറ്റിയിരിക്കുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ എന്തു പറയും? ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിച്ചു എന്ന് പറയും. ക്യാൻസർ വാർഡിൽ പോയിട്ട് പറയാനാകുമോ? ഡയാലിസിസ് സെന്ററിൽ പോയിട്ട് പറയാനാകുമോ? പീഡനങ്ങളും യാതനകളും അനുഭവിക്കുന്ന മണ്ണിൽ പോയിട്ട് പറയാനാകുമോ? ഒരിക്കലുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിനൊരു ലോകമുണ്ട്, സമാധാനത്തിനൊരു ലോകമുണ്ട്, ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഒരു ലോകമുണ്ടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ അത് നീതിയുടെ ലോകമാണ്, പ്രതീക്ഷയുടെ ലോകമാണ്. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം എന്താണ്? മരിക്കരുത്, രോഗമുണ്ടാകരുത്, നശിക്കരുത്, നരക്കരുത്, ചുളിയരുത്, അല്ലേ? പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും ഇവിടെ നടപ്പിലാവില്ല. ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ ഉണ്ടാവും, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ സ്വർഗം ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്. ഉണ്ടാകരുതേ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതിയും സ്വർഗത്തിലില്ല. ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. മനസ്സാഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്, നാം ചോദിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കുടുംബ സംഗമം സമാപിക്കുമ്പോൾ ഈ ജീവിതമാകുന്ന യാത്ര ഈ കുടുംബത്തോടൊപ്പം നേരെ സ്വർഗത്തിലെത്തിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഫറസ്ദഖ് എന്ന കവിയുടെ ഭാര്യ മരിച്ചു. മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, മാദാ അഅദത ലിഹാദൽ യൗം? ഭാര്യ മരിച്ചല്ലോ, നിങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനെ അംഗീകരിക്കുന്നു. അപ്പോൾ ഇമാം ഹസൻ ബസരി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പതിവ്രതകളായ സ്ത്രീകൾക്ക് നേരെയുള്ള താങ്കളുടെ ഈ ആരോപണങ്ങൾ, താങ്കളുടെ കവിതകളിലൂടെ താങ്കൾ പതിവ്രതകളായ സ്ത്രീകളെ തെറിവിളിക്കുന്ന പ്രവർത്തനം നിർത്തിവെക്കണം. അത് താങ്കളുടെ ഈമാനിന് യോജിച്ചതല്ല എന്ന് അദ്ദേഹത്തോട് പറയാണ്. സഹോദരന്മാരെ, ഓരോ മരണവും നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലത്തെ ഒരു നിമിഷം നമുക്കുണ്ടാകുമ്പോൾ എന്തായിരിക്കും എന്നതാണ്. ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുന്നു, അല്ലെ? നമ്മുടെ വസ്ത്രം മാറണം, സംസാരം മാറണം, പെരുമാറ്റം മാറണം, അല്ലെ? നമ്മുടെ ഭക്ഷണ രീതി മാറണം, നമ്മുടെ ഹാബിറ്റ്സ് മാറണം, നമ്മുടെ ആഗ്രഹങ്ങൾ മാറണം, നമ്മുടെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചുകൊണ്ട് വേണം എന്ന് ഓരോന്നും കേൾക്കും തോറും നമ്മൾ എന്താ വിചാരിക്കുക? അടുത്ത നിമിഷം മാറാം, അല്ലെ? നന്നാവണം, ഉഷാറാവണം, ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണ്, ഒക്കെ ശരിയാക്കണം. ഇങ്ങനെ കാലം നീണ്ടു പോയി അവസാനം മരണത്തിന് മുഖാമുഖം കാണുമ്പോൾ മനുഷ്യൻ പറയുന്ന വാക്ക് റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, ചെയ്യാതെ മാറ്റിവെച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം തരുമോന്ന് കെഞ്ചും. സഹോദരന്മാരെ, നിങ്ങൾക്കറിയാം ഈ ലൈഫിന്റെ വാല്യൂ എന്താണ്? ഒരു കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് തോന്നിയാസം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കബറിങ്ങ കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കബറാളികൾ എന്താണ് ഇപ്പൊ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറയാണ്, ദുനിയാവുക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ എന്നായിരിക്കും.
അപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് പറയാണ്, നടക്കാതെ പോയ കബറാളികളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് നീ. കാരണം ജീവനോടുണ്ട്. അതുകൊണ്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പടച്ച റബ്ബിന് പ്രിയപ്പെട്ടതാണോ എന്ന് നോക്കാതെ നമ്മുടെ പ്രിയം മാത്രം നോക്കിയാൽ, നമ്മുടെ അപ്പുറത്തുള്ളവന്റെ പ്രിയം മാത്രം നോക്കിയാൽ, നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ, നമ്മുടെ സമ്പത്തിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സന്തോഷത്തിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, മരിച്ചു ചെല്ലുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. ഈ കടവും കള്ളിയും വാങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, എന്താണ്? ഷഹീദിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടമൊഴികെ. കടബാധ്യതയായിട്ട് മരിച്ചവൻ മുഅല്ലഖതും ബിദൈനിഹി, അവന്റെ കടത്തിന്റെ പേരിൽ ബന്ധനസ്ഥനാണ്. ആർക്കാണ് സുഹൃത്തുക്കളെ ഖബറിന്ന് വിളിച്ചു പറയാൻ കഴിയുക? നിങ്ങൾ ആ കടന്നു വീട്ടി, നിങ്ങളുടെ ജനാസ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും പാടെ കൂടിയാണ്ട് ഏറ്റെടുത്തിരുന്നല്ലോ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഓൻ ഏറ്റെടുത്തിരിക്കുന്നു ഒക്കെ പറഞ്ഞു പോയില്ലേ, അതൊന്ന് ജസ്റ്റ് വീട്ടി, കാരണം ഞാൻ ഇവിടെ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് ആർക്കെങ്കിലും ഖബറിൽ നിന്ന് വിളിച്ചു പറയാനാകുമോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ഖബർ കുടുസമാകാൻ, അവിടെ ശിക്ഷയുടെ കേന്ദ്രമാകാൻ, ഒരാളുടെ പരലോകം പ്രയാസകരമാകാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഒറ്റ കാരണം. അതെന്താ അറിയെങ്കിൽ, ഖുർആനും സുന്നത്തും വരച്ച് കാണിച്ചു തന്ന മാർഗത്തിൽ നിന്ന് തെറ്റി, പിശാചിന്റെ മാർഗം സ്വീകരിച്ചു, സ്വന്തം മനസ്സിന്റെ ഇച്ഛകളെ പിൻപറ്റി, ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്ന ഒരു തലമുറയുടെ പിന്നാലെ, യൂട്യൂബർമാരുടെ, സിനിമാ നിർമ്മാതാക്കളുടെ, പുതിയ ട്രെൻഡ് മേക്കേഴ്സിന്റെ പിന്നാലെ അന്ധമായി കണ്ണും പൂട്ടി നമ്മൾ അവരെ പിന്തുടർന്നതിന്റെ ഭവിഷ്യത്തല്ലാതെ ഒരു മനുഷ്യൻ, അയാളുടെ കയ്യിൽ പണമില്ലാതായി, അയാൾക്ക് പറയത്തക്ക ഒന്നുമില്ലാതായി, ഇതിന്റെ പേരിൽ ഒരു പ്രയാസവും ഒരാൾക്കും മരണത്തിന് ശേഷം ഉണ്ടാകുന്നില്ല, അയാൾ ചെയ്ത തെറ്റുകൾ മാത്രമല്ലാതെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ച റബ്ബിനെ ഓർക്കണം. ഏത് നിമിഷവും മരിക്കും ഞാൻ എന്ന ബോധമുണ്ടാകണം. എൻ്റെ നാട്ടിലൊരു സഹോദരി അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രസ്സ് കല്ലുമ്മൻ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രസ്സ് അലക്കിയിട്ട് തുണി വെള്ളത്തിൽ ബക്കറ്റിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കിയതാ അല്ലെ, രണ്ട് കൈയും ഇങ്ങനെ പൊക്കിയത്, വേദന കയറി നേരെ വീണു, പിന്നെ എണീറ്റില്ല. എത്ര അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഫോണിലെ അനാവശ്യങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യാൻ, ചാറ്റ് ഒന്ന് ക്ലിയർ ചാറ്റ് അടിക്കാൻ, ആരോടെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ എന്നൊന്ന് വിളിച്ചു പറയാൻ, നമ്മുടേതല്ലാത്ത സ്വത്ത് നമ്മുടെ അക്കൗണ്ടിലും നമ്മുടെ കൈകളിലും ഉണ്ടെങ്കിൽ അതിന്റെ അഹ്ലുകാർക്ക് ആ ഹക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ മരണം എന്ന് പറയുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത, എത്ര പറഞ്ഞാലും മാറ്റത്തിന് വിധേയമാകാത്ത, എത്ര പറഞ്ഞാലും തനിക്ക് എന്റേതായ സുഖങ്ങളും രസങ്ങളുമാണ് ആവശ്യമുള്ളത്, ഇഷ്ടപ്പെട്ടു പോയി, ആഗ്രഹിച്ചു പോയി, അടുത്തുപോയി, ശീലിച്ചു പോയി, ജീവിച്ച് പരിചയിച്ചത് ഇങ്ങനെയാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നാലോചിക്കുന്ന ചില ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മാറാൻ പറ്റാത്ത, മാറ്റത്തിന് വകുപ്പില്ലാത്ത, മടക്കമില്ലാത്ത യാത്രയാണ് പരലോകമെന്നത് നാം തിരിച്ചറിയണം. അല്ലാഹു പരലോകത്ത് ചോദിക്കണ ചോദ്യം എന്താ അറിയോ? അലം യഅതികും നദീർ, താക്കീതുകാർ വന്നില്ലായിരുന്നോ? മരണമുണ്ടെന്ന് പറയാൻ, ഖബറുണ്ടെന്ന് പറയാൻ, പരലോകമുണ്ടെന്ന് പറയാൻ, വിചാരണയുണ്ടെന്ന് പറയാൻ, മീസാനും സിറാത്തും സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നോ? ഖാലൂ ബലാ, അവർ പറയും അതേ വന്നിരുന്നു, ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ കേട്ടിരുന്നു, ഞങ്ങൾ അറിഞ്ഞിരുന്നു, പള്ളി മിമ്പറിൽ വെച്ച് കേട്ടിരുന്നു, മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് കേട്ടിരുന്നു, പബ്ലിക് സ്പീച്ചിൽ കേട്ടിരുന്നു, കയ്യിൽ കിട്ടിയ ലഘുരേഖയിൽ കേട്ടിരുന്നു, യൂട്യൂബിൽ വന്ന ഷോർട്സിലും റീൽസിലും കേട്ടിരുന്നു, പക്ഷേ ഞങ്ങളത് ഉൾക്കൊണ്ടില്ല. അവിടെ വെച്ച് മനുഷ്യൻ പറയുമല്ലോ, കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. കേട്ടാ മതിയായിരുന്നു, അനുസരിച്ചാ മതിയായിരുന്നു, നന്നായി ജീവിച്ചാ മതിയായിരുന്നു എന്ന് അവിടെ വെച്ച് മനുഷ്യൻ ആഗ്രഹം പ്രകടിപ്പിക്കും. ആ ആഗ്രഹം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം തുച്ഛമാണ്, ഇതെപ്പോഴും അവസാനിക്കും. ഏത് സമയം അവസാനിച്ചാലും സന്തോഷത്തോടെ മരിച്ചു പിരിയാൻ പറ്റിയ രൂപത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
എന്താ ഇപ്പം നമ്മളൊരു അവസ്ഥയില് നമ്മുടെ വീടിൻ്റെ കോലം അല്ലെ, നമ്മളെ വീട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ കോലം, ഇവിടെയുള്ള സൗകര്യത്തിൻ്റെ കോലം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടേത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സഹാബത്ത് എന്താ നേടിയത്? സഹാബത്ത് എന്താ നേടിയത്? നിവർന്നു നിന്നാൽ തലകുത്തുന്ന നീണ്ടു കിടന്നാൽ കാല് പുറത്താകുന്ന ഒരു ടെന്റായിരുന്നു സൽമാൻ ഫാരിസിക്കുണ്ടായിരുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെയാണ് അബ്ദുല്ലാ ദുൽബിജാദൈൻ ഷഹീദായത്. പണത്തിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ ഒരു പുതപ്പ് മാത്രമാണ് കൂടെയുള്ളത്. ആ പുതപ്പ് കൊണ്ട് കാല് മറച്ചാൽ തലയും, തല മറച്ചാൽ കാലും പുറത്തായിരുന്നു. അവരെന്താ നേടിയത്? സുഹൃത്തുക്കളെ, നമുക്കിപ്പോ ദുനിയാവിലെ സൗകര്യങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷം അല്ലേ? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആളുകളെ ശപിക്കുകയാണ്. ഇതെന്താ ഞമ്മക്ക് ഇങ്ങനെ, നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പൊലിക്കുണ്ടല്ലോ, നല്ല ശരിക്ക് ജീവിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും ഞമ്മക്ക് പരീക്ഷണങ്ങൾ. അപ്പൊ ഇയാൾ നിസ്കരിക്കണം നോമ്പൊലിക്കണമൊക്കെ എന്തിനാണ്? ഇവിടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാനാണ്. ഇവിടെ എന്തെങ്കിലും ഒരു താളപ്പിഴവ് ഉണ്ടാകുമ്പോഴേക്ക് ആള് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പലതും ഉണ്ടാവും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനായി. നോമ്പ് തുറക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്റെ മുന്നിൽ വിരിച്ചു വച്ചപ്പോ ഭക്ഷണത്തളികയിലേക്ക് നോക്കി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കണ്ണുകൾ നിറച്ചു. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് താങ്കൾ ഭക്ഷിക്കാത്തത്? താങ്കൾ എന്താണ് കഴിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, തുൽഹ ഹുവ ഖൈറും മിന്നീ, തുൽഹ എന്നേക്കാൾ എത്രയോ നല്ലവനായിരുന്നു. സുബൈർ എന്നേക്കാൾ എത്രയോ നല്ലവനായിരുന്നു. എല്ലാവരും ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായി മരണപ്പെട്ടു പോയവരാണ്. അള്ളാഹുവേ, ഈ അബ്ദുറഹ്മാന് ദുനിയാവിന്റെ സൗകര്യങ്ങൾ വിരിച്ചു തന്നിട്ട് സ്വർഗത്തിലെ സൗകര്യങ്ങൾ നീ ഹനിച്ചു കളയുകയാണോ പടച്ചോനെ എന്ന് ഓർത്തിട്ട് പൊട്ടിക്കരയുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? വിശപ്പടക്കാൻ വേറെ നിറച്ച് ഫുഡ് കിട്ടിയപ്പോ പടച്ചോനെ സ്വർഗം മിസ്സാവോ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം സഹോദരന്മാരെ. ഹറാമിലൂടെ സുഖം കിട്ടുന്നുണ്ടാവും, സന്തോഷം കിട്ടുന്നുണ്ടാകും, ആനന്ദം കിട്ടുന്നുണ്ടാകും, താൽക്കാലികമായിട്ടുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്കതിലൂടെ ലഭിക്കുന്നുണ്ടാകും. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്, നമുക്ക് നഷ്ടപ്പെടുന്നത് ഖബറിലെ സമാധാനമാണ്. അല്ലേ? പെൺകുട്ടികൾ പറയാറുണ്ട്, ഇസ്ലാമിക വേഷം ധരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചൂടാണ്. നാറു ജഹന്നമ അശദ്ദു ഹർറാ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീ ഇതിനേക്കാൾ ചൂടാണ് പെങ്ങളെ. ഈ സൂര്യന്റെ ചൂട് സഹിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ഹ്യൂമിഡിറ്റി സഹിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, കൈഫ തസ്ബിറുൻ നാർ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ തീനെയും ശേഖരിച്ച് അതിന്റെ 69 ഇരട്ടി ചേർത്ത് വെച്ച ആളിക്കത്തുന്ന നരകം, കെട്ടിടങ്ങൾക്ക് സമാനമായി തീപ്പൊരി പാറിക്കുന്ന നരകം, 42 മുഴം കട്ടിയുള്ള മനുഷ്യന്റെ തൊലിയെ കരിച്ചു കളയുന്ന നരകം. കൈഫ തസ്ബിറുൻ നാർ, എങ്ങനെ ഈ നരകത്തെ എങ്ങനെ നീ ശമിക്കും? എങ്ങനെ നീ സഹിക്കും? അല്ലെ? ഒന്ന് AC ഓഫായ, ഒന്ന് ഫാൻ ഓഫായാല് ചുട്ടിട്ട് നിൽക്കാൻ വയ്യ എന്ന് പറയുന്ന ആൾക്കാരാണ്. സുഹൃത്തുക്കളെ, എങ്ങനെ ഖബറിലെ ചൂട് സഹിക്കും? നരകത്തിലെ ചൂട് സഹിക്കും? അതുകൊണ്ട് ഇതൊരു എക്സാം ഹാളാണ്. സിലബസ് നൽകപ്പെട്ടിട്ടുണ്ട്. ആ സിലബസിനെ കുറിച്ച് പഠിക്കണം. ആ സിലബസിനകത്തുള്ളത് പ്രാക്ടീസ് ചെയ്യണം. ആ സിലബസിനകത്ത് നമ്മളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കണം. അത് ഏത് രീതിക്കാണോ നമ്മളോട് ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ പറഞ്ഞത് ആ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കുകയാണ്. അവസാന കാലഘട്ടം ഉമ്മത്ത് മുഹമ്മദ് പിഴച്ചു പോകും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനമാണ്, ലാ തഖൂമു സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്ത് മുശ്രിക്കീങ്ങളിലേക്ക് ചെന്ന് ചേരും ഒരു വിഭാഗം. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാ, എൻ്റെ ഉമ്മത്ത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാറിയിട്ട് ജൂത ക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത്തെ പ്രവചനം, ഉമ്മത്ത് മുഹമ്മദിന് നേരെ എല്ലാവരും തിരിയും. ചിന്തിക്കണം, ഉമ്മത്ത് മുഹമ്മദിന് നേരെ എല്ലാവരും തിരിയും. അന്ന് മുസ്ലിം സൊസൈറ്റി എണ്ണം കൊണ്ട് വലുതായിരിക്കും, പക്ഷേ ഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളും അവർ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകൾക്ക് സമാനമായിരിക്കും. എന്താ അവിടെ പ്രശ്നം അറിയോ?
യബീഉ ദീനഹു ബിഗർദിൻ മിനദ്ദുനിയാ. യബീഉ ദീനഹു ബിഗർദിൻ മിനദ്ദുനിയാ. ദുനിയാവിന് വേണ്ടി ദീനിനെ ബലിയർപ്പിച്ചവരാണവർ. നമ്മുടെ സ്വഹാബത്ത് ദീനിന് വേണ്ടി ദുനിയാവിനെ ബലിയർപ്പിച്ചവരാണ്. ദുനിയാവ് അവർ വിറ്റുകളഞ്ഞു സ്വർഗത്തിന് വേണ്ടി. അവരുടെ ആയുസ്സിന് അവർ വിറ്റുകളഞ്ഞു സ്വർഗത്തിന് വേണ്ടി. അവരുടെ ആഗ്രഹങ്ങൾ അവർ വിറ്റുകളഞ്ഞു സ്വർഗത്തിന് വേണ്ടി. പക്ഷെ ഇന്ന് നമ്മൾ ദീനിനെ വിറ്റുകളയുന്നു നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് സഹോദരന്മാരെ, അവസാന കാലഘട്ടത്തിൽ ഒരു ടീം ഉണ്ടാകും. എന്താ അവിടെ പ്രത്യേകത അറിയോ? ആ ഖൗമിന്റെ പ്രത്യേകത ഖായിമതും ബിഅംരില്ലാഹ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസം, കർമ്മം, സ്വഭാവം, ആചാരം, ആ ഒരു ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ടീം ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നൈമിഷികമായ ലോകത്ത് നിന്ന് ഏത് സമയത്തും വിട പറയും മുമ്പ് നമ്മൾ സ്ട്രൈറ്റ് വേയിലാണെന്ന് ഉറപ്പിക്കാൻ സന്നദ്ധമാകണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? തെറ്റുകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണം. ദീന് പഠിക്കണം, കൃത്യമായി പഠിക്കണം. ഇഷ്ടം പോലെ ക്ലാസ്സുകൾ പ്രഖ്യാപിച്ചു. പീസ് റേഡിയോയിൽ ഇത് നിരവധി കോഴ്സുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറബി ഭാഷ പഠിക്കാൻ സാധാരണക്കാർക്ക് പുതിയ കോഴ്സ് ഇന്നലെ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അത്ര ദീന് പഠിക്കാനുള്ള ഒരു മാർഗം തുറന്നു വെച്ച് വേറൊരു സംഘടന കേരളത്തിൽ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിരവധി പ്രോഗ്രാമുകൾ നമുക്കുണ്ട്. ദീന് പഠിക്കണം. ഇജ്ലിസ് ബിനാ നുഅ്മിനു ബിസാഅ. ഒന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക, നമ്മൾ കുറച്ച് ദീനിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാം. സ്വഹാബത്ത് പറയായിരുന്നു, സുഹൃത്തുക്കൾ, ദീനിനും വേണ്ടി കൂടിയിരിക്കണം. പടച്ചോനെ കുറിച്ച് പറയണം, പരലോകത്തെ കുറിച്ച് പറയണം, ഖുർആനും ഹദീസുകളും അർത്ഥം വെച്ച് മനസ്സിലാക്കണം. അപ്പോഴേ ഈമാൻ വർദ്ധിക്കുള്ളൂ. അതുകൊണ്ട് ഇൽമ് പഠിക്കണം, ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം. ഞാൻ എവിടെ മാറണം? എന്താ എൻ്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ മരിച്ചാൽ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുമോ? അതല്ല യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട ആത്മാവേ എന്ന് വിളിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. സുഹൃത്തുക്കളെ, മദീന പള്ളി തൂത്തുവാരിയ ഒരു പെണ്ണുണ്ടായിരുന്നു. അവർ മരിച്ചു. മരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എവിടെയാ സ്ത്രീ? സ്വഹാബത്ത് പറഞ്ഞു, നബി, അവർ ഇന്നലെ മരിച്ചു. എന്തേ അറിയിക്കാതിരുന്നത്? അറിയിക്കാൻ പറ്റിയ അന്തരീക്ഷം ആയിരുന്നില്ല, അതുകൊണ്ട് അറിയിച്ചില്ല. എന്നാൽ അവരുടെ ഖബർ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരൂ. റസൂലുള്ള ആ പെണ്ണിന്റെ ഖബറിങ്കൽ പോയി നമസ്കരിച്ചു. സുഹൃത്തുക്കളെ, ഈ ചരിത്രം പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയേണ്ടത്, ഒരു സാധാരണക്കാരിയായ പെണ്ണ്, അതും പറയത്തക്ക യാതൊരു തരത്തിലുമുള്ള ഭൗതിക നേട്ടങ്ങളും കൈവരിച്ചിട്ടില്ലാത്തൊരു പെണ്ണ്, അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖബറിങ്കൽ പോയി നിസ്കരിച്ച് അവരെ ആദരിക്കാനുള്ള കാരണം ആ സ്ത്രീ നിർവഹിച്ച ദൗത്യമായിരുന്നു, അവർ നിർവഹിച്ച കർമ്മമായിരുന്നു. നമ്മൾ ആരാ എന്താണെന്നല്ല വിഷയം. ഓരോരുത്തരും ഓരോരോ സ്റ്റാൻഡിലായിരിക്കും, ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലായിരിക്കും. അതൊന്നല്ല വിഷയം. നമ്മുടെ ജീവിതത്തിൽ എത്ര ദീനുണ്ട് എന്നതാണ് സഹോദരന്മാർ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പഠിച്ചു പ്രാക്ടീസ് ചെയ്യണം, വിശ്വാസം ക്ലിയർ ആക്കണം, കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തണം, കൂടുതൽ കൂടുതൽ പഠിക്കണം. കിട്ടുന്ന ഓരോ സമയവും നിങ്ങൾക്കറിയോ, ഒരു നിരീശ്വരവാദി പറഞ്ഞത്, ഇസ്ലാമിന് മാത്രമൊന്നല്ല ലക്ഷ്യം, എനിക്കും ലക്ഷ്യമുണ്ട്. എനിക്ക് ഉയർന്ന് പഠിക്കണം, എനിക്ക് നല്ല ജോലി നേടണം, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അതൊക്കെ എൻ്റെ ലക്ഷ്യമാണ്. അയാൾ കയ്യും കാലൊടിഞ്ഞ് മൂലൊക്കെ കടന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി നിന്നെ ഒരിക്കലും എണീക്കൂല. അപ്പൊ അയാൾക്ക് അമേരിക്കയിൽ പോകണം എന്നുള്ള അയാളുടെ സ്വപ്നം അവിടെ കിടക്കുകയാണ്. ആ ലക്ഷ്യം ഫെയിലായി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പൊ അവരുടെ മറുപടി, അയാൾ ചാകണം എന്നാണ്. മനസ്സിലായില്ലേ? അയാൾ ചാകണം. എന്നാൽ ഇസ്ലാം പറഞ്ഞ ലക്ഷ്യം തന്നെ, ആണിനും പെണ്ണിനും കുട്ടിക്കും യുവാവിനും അറബിക്കും അനറബിക്കും ഏതു മനുഷ്യനും അവന്റെ സാഹചര്യത്തിനനുസരിച്ച് പടച്ച റബ്ബ് തന്ന നിഅമത്ത് അതിന് നന്ദി കാണിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് റബ്ബിലേക്ക് അഭയപ്പെട്ട് പടച്ച റബ്ബ് പറഞ്ഞ കൽപ്പനകൾ തനിക്ക് പറ്റും വിധത്തിൽ പരമാവധി ചെയ്ത് മുന്നോട്ട് പോയാൽ സ്വർഗമുണ്ട്. മനസ്സിലായില്ലേ? ഏതാൾക്കും, കണ്ണില്ലാത്തവനും കൈയില്ലാത്തവനും രോഗിക്കും എല്ലാവർക്കും നേടാൻ പറ്റിയ ഒരു ലക്ഷ്യമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിരാശപ്പെടേണ്ടതില്ലാത്ത, പരാജയം ഭയക്കേണ്ടതില്ലാത്ത, നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആദിയാകേണ്ടതില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള നിരാശ ബാധിക്കേണ്ടതില്ലാത്ത തരത്തിലുള്ള കൃത്യമായ ലക്ഷ്യം അത് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ സമയത്തും യാത്രകളിൽ
ദിക്ർ ചൊല്ലാം, ദുആ ചെയ്യാം, തസ്ബീഹ് നടത്താം, തഹ്ലീൽ നടത്താം, ഇൽമു പഠിക്കാം, ഒരുപാട് നന്മകൾ, മറ്റുള്ളവരെ സഹായിക്കാം. ഇവിടെ പറഞ്ഞു പള്ളിയുടെ ശോചനീയ അവസ്ഥ. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ വീടുണ്ടാക്കി, അല്ലേ? നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, അവിടെ ഫീസ് അടക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. വീട്ടിലെ 3 ഫോണ് റീചാർജ് ചെയ്യണമെങ്കിൽ വേണം മാസത്തിൽ 1000 മുകളിൽ റുപ്യ വേണ്ടേ? ഒരു കുറ്റി ഗ്യാസ് ഫില്ലാക്കാൻ വേണം 1000 മുകളിൽ റുപ്യ. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്കുള്ളതാണ് പള്ളികളും ദീനീ സ്ഥാപനങ്ങളും ദഅവാ പ്രവർത്തനങ്ങളും നമ്മൾ നിർവഹിക്കുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും. അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് ഒരു ചെറിയ അനക്കം നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കസ്ബുൻ തയ്യിബ്, ഹലാലായ ഒരു ഈത്തപ്പഴം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്താൽ അള്ളാഹു അത് ഏറ്റെടുത്തിട്ട് ഒരു മലയോളമാക്കിയിട്ട് നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തും, നമുക്ക് തിരിച്ചു നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈമാൻ കിട്ടിയവരെ, വിശ്വാസികളെ, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നവരെ, നമുക്ക് സ്വർഗം നഷ്ടമാകരുത്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ക്ഷമിക്കാം, സഹിക്കാം. പടച്ച റബ്ബുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാനും ചോദിക്കാനും ഇരുന്നു വാങ്ങാനും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് പറ്റും. സ്വർഗം ഒരിക്കലും നഷ്ടപ്പെടാത്ത കോലത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും കൂടുതൽ കൂടുതൽ അറിയാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും കുടുംബം ഒരുമിച്ചിരുന്ന് ഒരു ഡിസ്കഷൻ വരട്ടെ. സമ്മേളനം കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ വീട്ടിലൊരു മാറ്റം വരുത്തണം. ഇവിടെ പീസ് റേഡിയോ കേൾക്കാൻ ഒരു സെറ്റപ്പ് വേണം. നമുക്ക് കുടുംബസമേതം ആഴ്ചയിൽ ഒരു QHLS പങ്കെടുക്കണം. മോനെ, +2 പഠിക്കുന്ന നീയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓളും സിയാറിക്ക് പോകണം. മദ്രസയിൽ നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് സുബൈന്റെ മുമ്പ് എണീറ്റിട്ട് 3 റക്അത്ത് നിസ്കരിക്കണം. മഗ്രിബ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒന്ന് ഖുർആൻ ഓതണം. നമ്മുടെ വീട്ടിൽ ദിക്റും ദുആയും നടക്കണം. പടച്ച റബ്ബ് തന്ന ഈ അനുഗ്രഹമാകുന്ന ഭവനം ഇത്തിരി പോന്ന കുഞ്ഞു വീടാണെങ്കിലും ഈ വീടിനകത്ത് നിന്ന് നമ്മൾ സ്നേഹത്തോടെ ഒരുമിച്ച് ഉമ്മയും മക്കളും പിതാവുമൊക്കെയായി ജീവിക്കുന്ന നമുക്ക് സ്വർഗത്തിലേക്കും ഒരുമിച്ച് പോണം. കണ്ടില്ലേ താനൂരിൽ ബോട്ടപകടമുണ്ടായത്? ഒരു കുടുംബത്തിലെ 11 പേർക്കാണ് ഒരുമിച്ച് ഖബറെടുത്തത്, അല്ലേ? ബാപ്പ മരിച്ചു, മക്കൾ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാര്യ മുസല്ലയിൽ കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അവർ നല്ല നിലക്ക് ജീവിക്കുന്നു. മകൻ മരിച്ചു, മകൻ നേരെ ബാപ്പയുടെ സ്വർഗത്തിലേക്ക് പോകുന്നു. ഭാര്യ മരിക്കുന്നു, ഭാര്യ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു, അല്ലേ? എല്ലാവരും കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിക്കാൻ പറ്റിയ രീതിയിൽ അല്പകാലം മാത്രം. എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടക്കാണ്. അതിൽ നമ്മൾ കുറെ ഉറങ്ങിപ്പോവും. ബാക്കി കുറേ സമയം നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്തു പോവും. പിന്നെ ശരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു 10-20 കൊല്ലം 25 കൊല്ലം മാത്രമാണ്. സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സമയം നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗപ്പെടുത്തി പിശാചിന് പിടികൊടുക്കാതെ, സ്വന്തം മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് ദീനിനെ ബലിയർപ്പിക്കാതെ, പടച്ച റബ്ബേ ഞാൻ നിന്നെ ഭയക്കുന്നവനാണ്, എൻ്റെ എല്ലാ കാര്യത്തിലും നിന്റെ കൽപ്പനയെ പാലിക്കുന്നവനാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്റെ സദസ്സിൽ ഒരാള് ക്ലാസ് കേൾക്കാൻ വരുമായിരുന്നു. അദ്ദേഹം പിന്നീട് ലീവായി. അപ്പൊ സ്വഹാബത്തിനോട് നബി ചോദിച്ചു, എന്താണ് അയാൾ വരാത്തത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്ന ആ കുഞ്ഞുകുട്ടിയില്ലേ, ആ കുട്ടി മരിച്ചു റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സഹോദരന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ കുഞ്ഞു മരിക്കാതെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം? അല്ല, നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ഡോറിങ്കിൽ നിങ്ങളെ കൈപിടിക്കാൻ ഈ മരണപ്പെട്ടു പോയ കുഞ്ഞുമകൻ കാത്തിരിക്കുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, മരിച്ചുപോയ എൻ്റെ കുട്ടി സ്വർഗത്തിന്റെ മുന്നിൽ എന്നെ കാത്തിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾക്ക് അതുണ്ട്, താങ്കളുടെ കുട്ടി സ്വർഗത്തിന്റെ മുന്നിൽ താങ്കളെ കാത്തിരിക്കും എന്നാണ്. സുഹൃത്തുക്കളെ, മരിച്ചുപോയ ആരും നമ്മിൽ നിന്ന് മിസ്സായി പോകുന്നില്ല. ഈമാനും അമലും സ്വാലിഹും തഖ്വയും ഉണ്ടോ, അവരെ നാം കൂട്ടിച്ചേർക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ച റബ്ബ് നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് സ്വന്തം ദീൻ ഉറപ്പിക്കുക, സ്വന്തം കുടുംബത്തിന്റെ ദീൻ ഉറപ്പിക്കുക. സ്വന്തം സമൂഹം ചീഞ്ഞു നാറുമ്പോൾ അതെന്നെ ബാധിക്കില്ലല്ലോ എന്ന് ചിന്തിക്കാതെ, സമൂഹം കേടുവന്നാൽ അതെന്റെ മക്കളെ ബാധിക്കും, ഭാവി തലമുറയെ ബാധിക്കും, ദീനിന്റെ സംരക്ഷണത്തെയും സുരക്ഷയെയും ദീന് പാലിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ധർമ്മപാതയിൽ അണിനിരക്കാനും നമ്മുടെ എല്ലാം കൊണ്ടും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുവാനും നാം എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ഏറ്റവും നല്ല നിലക്ക് ജീവിക്കുവാനും പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടവനായി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗ്ഗക്കാരനായി മരിച്ചു പിരിയാനും അല്ലാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വ അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.